ഹലോ ഗൈസ്, അഫാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീഫ് വെച്ചിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റോട് കൂടിയ ബീഫ് കൊണ്ടാട്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റിയാണെന്ന്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർത്തി എടുത്തിട്ടുണ്ട്. അത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഇനി ഇതിനാവശ്യമായ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ കുറച്ച് നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഒരു 3-4 വിസിൽ ആകുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. ആദ്യം ഫസ്റ്റ് നല്ല ഫ്ലെയിമിൽ, പിന്നെ സ്ലോ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് ഒരു 80% വേവ് ഉണ്ടായാൽ മതി കേട്ടോ. ഫുള്ളായിട്ട് വേവണ്ട, ബാക്കി നമുക്ക് പിന്നീട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെക്കാം. ഇനി ഇത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരിയിട്ട് വെക്കാം. ഇത് മൊത്തം കോരിയിട്ടതിന് ശേഷം നമുക്ക് കുക്കറിലുള്ള ഈ ബീഫ് വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അത് കളയരുത്, അത് നമുക്ക് മാറ്റി വെക്കണം. അപ്പം ബീഫ് മൊത്തമായിട്ട് കോരിയിടുക. 80% ബീഫ് വേവിക്കാൻ കാരണം നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പം ബാക്കി കൂടെ വെന്തോളും. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ഉപയോഗിക്കാം, അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർക്കാം. ഇനി ഒരു ചെറിയ ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ പിഴിഞ്ഞെടുക്കുക, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. 1/2 അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ മതിയാവും. എല്ലാത്തിലും ഉപ്പ് വരുന്നത് കൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ടാൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വെള്ളം വേണമെങ്കിൽ നമ്മൾ ബീഫ് വേവിച്ച ആ വെള്ളം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് എടുക്കുക. ഇപ്പം എല്ലാം സെറ്റായി മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഈ വേവിച്ച ബീഫിലേക്ക് നമ്മുടെ ഈ കൂട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇതെല്ലാം നന്നായിട്ട് ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഏകദേശം റെസ്റ്റ് ചെയ്യാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഒരു പാനോ ഫ്രൈങ് പാനോ എന്തായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ബീഫ് ഫ്രൈ ചെയ്യാനുള്ളതാണ്, അതിനാവശ്യമായിട്ട് കണക്കാക്കിയിട്ട് എടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ബീഫ് നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിത് 2 ബാച്ചായിട്ട് മുഴുവനും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ വരുന്ന ബാക്കിയുള്ള എണ്ണ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് പിന്നെ അത് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് പൊരിക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് പൊരിക്കാൻ പാടില്ല, കരിഞ്ഞു പോകും. അപ്പോൾ ഒരു നല്ലൊരു പരുവാകുമ്പം തന്നെ മാറ്റിയെടുക്കണം, കരിഞ്ഞു പോവാതെ. അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഒരുപാടങ്ങ് മുരിഞ്ഞു പോവാതെ കിട്ടണം. അപ്പം ഞാനിതാ പൊരിച്ച് വെച്ചത് കണ്ട, ഈ ഒരു ഇതിലധികം മുരിഞ്ഞിട്ടില്ല, ഡ്രൈ ആയി പോയിട്ടില്ല. ഈ ഒരു ലെവലിൽ കിട്ടണം കേട്ടോ. ഇനി അതെല്ലാം മാറ്റി വെച്ചിട്ട്, ഇനി ഇത് പൊരിച്ച വെളിച്ചെണ്ണ ബാക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം അതിലേക്ക് വെക്കുക. അതിലൊരു 3-4 നമ്മുടെ ഉണക്കമുളകില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് മാറ്റിയിട്ട് വെക്കണം കേട്ടോ, കോരിയിട്ടെടുക്കുക. അതിൽ തന്നെ വെക്കണ്ട, ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി അതിന് ശേഷം 1 പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി, അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഉണ്ടാകും. ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒന്ന് വഴന്ന് വന്നാൽ ഞാൻ ഇതിൽ ഏകദേശം 25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിന് 25 ചെറിയുള്ളിയും കട്ട് ചെയ്യാം, സവാളയും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള ഇല്ലാതെ കുഞ്ഞുള്ളി ഫുള്ള് ഇട്ടിട്ടാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. മുഴുവൻ കുഞ്ഞുള്ളി മതിയാവും. കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാളയും കുഞ്ഞുള്ളിയും മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ കുഞ്ഞുള്ളി തീരെ ഇല്ല എന്നാണെങ്കിലും വലിയ സവാള ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. നമ്മൾ ലാസ്റ്റ് ഇത് വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കും. അപ്പോൾ ഒരുപാട് ഉപ്പ് അധികമായി പോണ്ട, ഉപ്പ് നോക്കിയിട്ടെല്ലാം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണും കൂടെ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പൊരിച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അതുമെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഇത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ, നല്ല അടിപൊളി തന്നെയാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതുപോലെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, മുളക് ക്രഷ് ചെയ്തിട്ട് എടുക്കണം കുറച്ച്. അതൊരു 2 ടീസ്പൂൺ, നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ടുള്ളത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി ചേർത്ത് നല്ല ഒന്ന് വഴന്ന് വരുന്നത് വരെ വെക്കാം. അത്യാവശ്യം ഇത് ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മാറ്റി വെച്ച ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ചേർക്കാം. തക്കാളീൻ്റെ ആവശ്യമില്ല, അതിന് പകരം നമ്മൾ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ആവശ്യമുള്ളവർ ഈ ഒരു സമയത്ത് 1-2 വേണമെങ്കിൽ കീറിയിട്ട് കൊടുക്കാം. പിന്നെ എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് കൂട്ടിയിടാം, എരിവ് അധികം വേണ്ടാത്തവർ അത്ര വേണ്ട. ഇനി നമുക്ക് ഈ മാറ്റി വെച്ച് നമ്മൾ ബീഫ് വെന്ത വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായി, ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന്
തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും മാറ്റി വെച്ച ഉണക്കമുളകിൻ്റെ നമ്മൾ മാറ്റി വെച്ച ഉണക്കമുളകുണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി ചേർത്താൽ നമ്മുടെ സൂപ്പർ കൊണ്ടാട്ടം, ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. ഇത് ഏതിന് വേണമെങ്കിലും കഴിക്കാം. പറഞ്ഞതുപോലെ അപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം അടിപൊളിയാണ്. ഇത് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ആരും വെറുതെ ആണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കണ്ട. ഇത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ വിഷമമായിട്ട് തോന്നുള്ളൂ. സാധാരണ ഉണ്ടാക്കുമ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളായിരിക്കല്ലേ മറ്റുള്ളവർക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു പ്രചോദനം വരിക. അപ്പോൾ നിങ്ങൾ കാണുന്നവരെന്തായാലും ഒന്ന് സഹകരിച്ച് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക. ഇപ്പം തന്നെ കാണുന്നില്ലേ നിങ്ങൾ, അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്ന വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റ, സീ യു.